വീട്, ഹോട്ടൽ, വ്യവസായശാലകൾ എന്തുമായിക്കൊള്ളട്ടെ, മുഴുവൻ വെള്ളവും പമ്പ് ചെയ്യുമ്പോൾ തന്നെ ഫിൽട്ടർ ചെയ്ത് അതിലെ മാലിന്യങ്ങളും ബാക്ടീരിയകളും നീക്കം ചെയ്ത് ശുദ്ധമാക്കുന്നു. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ. കേരളത്തിലെ പഞ്ചപ്രാകാരങ്ങളോടുകൂടിയ ആദ്യ ഗായത്രി ക്ഷേത്ര സമുച്ചയം ഭാരതപ്പുഴയോരത്ത് ഒരുങ്ങുന്നു. ഷൊർണൂർ ത്രാങ്ങാലിയിലെ ഭഗവതിക്കുന്നിൽ ഗായത്രി ഗുരുകുലം സ്ഥാപിക്കുന്ന ഗായത്രി ശക്തിപീഠത്തിന്റെ നിർമ്മാണത്തിനാണ് ഷഡാധാര പ്രതിഷ്ഠയോടെ തുടക്കമായത്. ക്ഷേത്രം തന്ത്രി ഏലമ്പാടി നാരായണൻ നമ്പൂതിരി പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. പ്രതിഷ്ഠാ ദിനത്തിൽ കാലത്ത് ഗണപതി ഹോമം, മഹാമൃത്യുഞ്ജയ ഹോമം എന്നിവ നടന്നു. ഗുരുകുലത്തിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഏകാദശ രുദ്രജപവും ഉണ്ടായി. ക്ഷേത്രം തന്ത്രി ഏലമ്പാടി നാരായണൻ നമ്പൂതിരി പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ചടങ്ങിൽ ജൂണ അഖാഡ മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ലോകത്ത് ആദ്യമായാണ് ഷഡാധാര പ്രതിഷ്ഠയോടുകൂടിയ ഗായത്രി ക്ഷേത്രം നിർമ്മിക്കുന്നത്. ഗുരുകുലം ആചാര്യൻ അരുൺ പ്രഭാകർ, വേദമൂർത്തി ശശാങ്കടി, ഹേരംബ ഭട്ട് എന്നിവരുടെ അഥർവ വേദ പാരായണവും നടന്നു. തൃശൂർ തെക്കേമഠം മാനേജർ വടക്കുംപാട്ട് നാരായണൻ, നിർമ്മൽ ജ്യോതി പബ്ലിക് സ്കൂൾ ചെയർമാൻ ഡോക്ടർ ഗോപാൽജി, ഡോക്ടർ ധർമ്മപാലൻ, BNI ഡൽഹി ചാപ്റ്റർ ചീഫ് കോർഡിനേറ്റർ സുനിൽ, സ്വാമി വിദ്യാനന്ദഗിരി തുടങ്ങിയവർ സംസാരിച്ചു. വരുന്ന തലമുറയ്ക്ക് യോഗ്യമായ വിദ്യ കൊടുക്കുക എന്നുള്ളതാണ്. അതിന് ഉത്തമമായ ഒരു മാതൃക കേരളത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിർമ്മൽ ജ്യോതി പബ്ലിക് സ്കൂളിൻ്റെ ചെയർമാനായിട്ടുള്ള ശ്രീ ഗോപാൽജി. ഗോപാൽജി ചടങ്ങിനെ അനുഗ്രഹിച്ചുകൊണ്ട്. റൈറ്റ് വിഷൻ ന്യൂസ്, ഷൊർണൂർ. അതെ, ജലം അമൂല്യമാണ്. പക്ഷെ അത് മലിനമാണെങ്കിലോ? വെള്ളത്തിന്റെ രുചി വ്യത്യാസം, നിറവ്യത്യാസം, ഇരുമ്പിന്റെ അംശം, ക്ലോറിൻ, ചെളി ഇവയെല്ലാം വിട്ടുമാറാത്ത രോഗങ്ങൾ, മുടികൊഴിച്ചിൽ തുടങ്ങി അനേകം രോഗങ്ങൾക്ക് കാരണമാകുന്നു. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ. വീട്, ഹോട്ടൽ, വ്യവസായശാലകൾ എന്തുമായിക്കൊള്ളട്ടെ, മുഴുവൻ വെള്ളവും പമ്പ് ചെയ്യുമ്പോൾ തന്നെ ഫിൽട്ടർ ചെയ്ത് അതിലെ മാലിന്യങ്ങളും ബാക്ടീരിയകളും നീക്കം ചെയ്ത് ശുദ്ധമാക്കുന്നു. കൂടാതെ അടുക്കളയ്ക്കായി പ്രത്യേകം ഡിസൈൻ ചെയ്ത പ്യൂരിഫയറും ലഭ്യമാണ്. അക്വാസ് ഫ്ലാഷ്. ഇനി ഓരോ ഡ്രോപ്പും ക്രിസ്റ്റൽ ക്ലിയർ. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ, മെയിൻ റോഡ്, ചേലക്കര.